Hello friends, welcome to 𝙑𝙑𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു റിസോർട്ടിലാണ്, LeCandles റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. നമ്മുടെ കാലിക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി കുറച്ച് ഉൾഭാഗത്തെ ഏരിയയിലാണ്. കട്ടങ്ങൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആക്ച്വലി. ഇത് ഒരു ബുട്ടീക്ക് പോലത്തെ ഒരു റിസോർട്ടാണ്. നമുക്ക് അത്യാവശ്യം ഒരു ഹില്ലി ഏരിയ പോലത്തെ ഒരു വെറൈറ്റി ലുക്കുള്ള റിസോർട്ടാണ്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഗിവ് കാണാത്തവരും പങ്കെടുക്കാത്തവരും പോയി കാണാൻ പങ്കെടുക്കാനും മറക്കണ്ട. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇതിന് ആക്ച്വലി ഒരു എന്താ പറയുക, ഫ്രണ്ട് ഏരിയയിൽ നമുക്കൊരു ഗാർഡൻ ഏരിയ പോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്തായാലും നിങ്ങൾ ആദ്യം തൊട്ടേ കണ്ടിട്ട് വാട്ടാ. അപ്പോൾ നമ്മുടെ ഒരു NIT ഒക്കെ ഉണ്ട്, കോഴിക്കോട് NITയുടെ ഒരു ബാക്ക് സൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഏരിയയിലാണ്, നമ്മളൊരു ഹില്ലി ഏരിയയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കയറ്റം കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ പാർക്കിംഗ് കാണാം, ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ നമ്മുടെ എന്താ പറയുക റിസപ്ഷൻ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള വ്യൂസ് നമുക്ക് കാണാം. ഇത് നമ്മുടെ കയറി വരണേൻ്റെ ഉണ്ടോ, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സൈഡിലാണ് ഒരു ചെറിയ കിഡ്സ് പ്ലേ ഏരിയ പോലെ ഒരു പാർക്ക് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനത്തെ റോൾ സ്കേറ്ററും കാര്യങ്ങളൊക്കെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സിറ്റിംഗ് ഏരിയ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടേക്ക് പോകാം. ഇവിടെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഭയങ്കര കാട് പിടിച്ചൊരു നമ്പം എടുക്കുന്നുണ്ട്. ഇതാണ്ട് അതിൻ്റെ അപ്പുറത്ത് വരെ ചെറിയൊരു കുളമുണ്ട്. ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻട്രി കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളടുത്തേക്ക് എന്ത് സ്റ്റാൻഡേർഡ് ബില്ലാവുന്ന സംഭവം നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാം. അതാണ് ശരിക്കും ആക്ച്വലി സംഭവം. നമുക്ക് എന്തായാലും മുകളിൽ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി വെക്കാം. അപ്പോൾ ഈ സൈഡിൽ കാണുന്നത് 3 സ്റ്റാൻഡേർഡ് പ്രൈവറ്റ് വില്ലകളുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ പൂൾ സൈഡ് വില്ലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പൂള് കാണാം, പ്രൈവറ്റ് പൂളല്ല. ഈ 3 പൂൾ സൈഡ് വില്ല ഉണ്ട്. അവർക്ക് 3 ആൾക്കുമുള്ള അല്ല നോർമൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നമ്മുടെ റിസോർട്ടിൻ്റെ ഫുൾ ആൾക്ക് ഏറ്റവും മുകളിൽ കാണുന്നുണ്ടോ, അതാണ് പ്രീമിയർ വില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു പോണ്ട് വില്ലയും കൂടി ഉണ്ട് താഴെയായിട്ട്. നമുക്ക് ആ ഏരിയയിലേക്ക് പോകാൻ ചെറുതായിട്ടൊരു കാട് പോലത്തെ ഏരിയയിലാണ്. നമുക്ക് ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം അപ്പുറത്തപ്പുറത്തും ജംഗിൾ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ജംഗിളല്ല, എന്നാലും ആക്ച്വലി ഇവിടെ ചെറുതായിട്ട് ഫാമിനൊക്കെ ഞാൻ ആ സൈഡിൽ കണ്ടു. ചെറിയ ചിരകളാണ്. പക്ഷേ ഈ സൈഡിലൂടെ നിങ്ങൾക്ക് ഒരു സിറ്റിംഗ് ഏരിയ പോലെ ഉണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ജംഗിൾ ഫീൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ഫുള്ളി ജംഗിളൊന്നും അല്ല കേട്ടോ. അപ്പോൾ അപ്പുറ സൈഡിൽ നിങ്ങൾക്ക് താഴെയായിട്ട് കാണുന്നുണ്ടായിരിക്കും ഒരു പോണ്ട് കാണുന്നുണ്ടായിരിക്കും. അതും ആർട്ടിഫിഷ്യൽ പോണ്ട് തന്നെയാണ്. നമുക്കതിൽ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മീനിനെ കയ്യിൽ വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലേക്ക് പോകേണ്ട ഈ വേ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ചെറിയൊരു സൈഡ് ഒരു ഓഫ് റോഡിങ് പോലെയൊക്കെയാണ്. നിങ്ങൾക്ക് അവിടെ ഇത് കണ്ടായിരിക്കും വേ ടു ദ പോണ്ട് ഫീൽ ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാർബിക്യൂ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫിഷിങ് പിടിച്ചിട്ട് അപ്പോൾ തന്നെ ഒരു പുതിയ ഫിഷ് ഫ്രൈ ചെയ്ത് ചേർന്ന പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു ഏരിയ നമുക്ക് ഇവിടെ കാണാനായിരിക്കും, ഒരു ബാർബിക്യൂ ഏരിയ കാണുന്നത്.
ഇവിടെ രണ്ട് മറ്റേ അരയണ്ണം പോലത്തെ സാധനങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവിടെ കണ്ടായിരിക്കും. താറാവല്ലാതെ ആക്ച്വലി അരയണ്ണം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. അതായത് അതിനും ഇവിടെ വളർത്തുന്നത് തന്നെയാണ്. പിന്നെ നമുക്കിവിടെ പേർഷ്യൻ ക്യാറ്റും റാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. അത് ഇവരെ ഈ ആനിമൽസിനെയൊക്കെ കാലത്ത് വിടും ഇവിടെ. അപ്പോൾ പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ കൂട്ടി കയറ്റുള്ളൂ. ഇത് വിറ്റുകൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ടൈപ്പ് തന്നെയാണ്. ഒരു മെയിൽ ഒരു ഫീമെയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കി നോക്കാം. അറ്റാക്ക് ചെയ്യാവോ? മറ്റേ മെയിൽ കുറച്ച് ആൾ ഇല്ലയെന്ന് തോന്നുന്നു. ഈ ബ്ലാക്കും വൈറ്റും ഉള്ളതാണ് മെയിൽ കാണുന്നത്. മറ്റേത് ഫീമെയിലാട്ടോ. അത് അങ്ങനെ പ്രതിമ പോലെ ഇരിക്കുന്നുണ്ട്. മറ്റവൻ്റെ കാണുമ്പോൾ തന്നെ ഒരു വില്ലൻ ലുക്ക് തോന്നുന്നുണ്ട്. ആ കളർ കൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ആ പോൺവില്ലയുടെ അവിടേക്ക് പോകാം. അതുപോലെ തന്നെ അതിൻ്റെ മുമ്പിൽ പോണ്ടും ഉണ്ട്. പോൺവില്ല ശരിക്കും ആകെ പറഞ്ഞല്ലോ കേട്ടോ. പക്ഷെ അതൊരു ശരിക്കൊരു പ്രൈവറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇവിടേക്ക് അങ്ങനെ ആൾക്കാരൊന്നും അധികം വരില്ല. അപ്പോൾ ഈ സൈഡിലായിട്ട് അതിൻ്റെ ഒരു നടുവിലായിട്ട് പോണ്ടിൻ്റെ നടുവിലായിട്ടൊരു ഏരിയ ഉണ്ട്. നമുക്കൊരു ഫിഷിങ് ചെയ്യാനുള്ള ഒരു ഏരിയ നമുക്കുണ്ട്. ഇതിൽ കൂടെ അങ്ങനെ പോകണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു വേ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ് എനിക്ക് തോന്നി. നല്ലൊരു ലുക്ക് വരുന്നുണ്ട്. പിന്നെ വാട്ടർ അത്ര ക്ലിയർ ഒന്നുമല്ല. അതിൽ അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ട്. നമുക്ക് കാണാണ്ട് അത്യാവശ്യം നല്ല വലിയ മീനുകളൊക്കെ കാണാണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ആ പോൺവില്ലിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. അതുകൂടെയും ഒരു ഇങ്ങനത്തെ ഒരു നമ്മുടെ ഇത് ശരിക്കൊരു കരിങ്കല്ലല്ല, ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ഫിസിയോതെറാപ്പി കല്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരിക്കും കറക്റ്റ് പേരെന്ന് അറിയില്ല. എൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ അതാണ് പോൺവില്ല നമ്പർ ചെയ്തിട്ടുണ്ട് 114. പോൺവില്ലയ്ക്ക് സൈസ് നോക്കിക്കഴിഞ്ഞാൽ ചെറുതാണ്, പക്ഷേ ഫുള്ളി ഗ്ലാസ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ കിട്ടും. പ്രത്യേകിച്ച് കാലത്തൊക്കെ ആണെങ്കിൽ നല്ല വ്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ആ ഫ്രണ്ട് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. നമ്മുടെ എന്താ പറയുക, മീൻ പിടിക്കുന്ന ആ ഏരിയ ഉണ്ടല്ലോ, അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടും. അതാകെ പറ്റുന്ന കണ്ടിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനുള്ളിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ റൂമിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ട് റൂം ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് വ്യൂ ഓഫ് ദി റൂം ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെ രണ്ട് സൈഡും ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്കിങ്ങനെ ഇതൊരു സ്റ്റെപ്പ് പോലെയാണ് ഉണ്ടായത്. ഇത് റിസോർട്ട് ഫുള്ള് ഇങ്ങനെ മുകളിലേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് പോലെയാണ്. അപ്പോൾ പിറന്നൊരു സ്റ്റൈലല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ഓൾഡായ ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ റൂമിലും അത്യാവശ്യം എന്താ പറയുക, കുറച്ച് റിനോവേഷൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും കാണിച്ചു തരാം. പക്ഷേ ഒരു പ്ലേസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്ന് പറയാം. പ്രൈസ് വൈസ് വാല്യൂ ഫോർ മണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രൈസ് കുറയേണ്ട എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വാതിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. വാതിലൊക്കെ ശരിക്കും ഒന്നുകൂടി മെയിൻ്റെനൻസ് ആക്കേണ്ട പരിപാടി ആയിട്ടുണ്ട്. അതൊന്നുകൂടി പോളിഷ് ചെയ്യേണ്ട അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഫ്രണ്ട് ഞാൻ എന്താ പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഒരു ഓപ്പൺ ഗാർഡൻ പോലത്തെ ഒരു കോർട്ട്യാർഡ് പോലെയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈവറ്റ് വില്ലയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് ഒരു വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ പോലെ ചെറിയൊരു ഇതുണ്ട്. നമുക്കിവിടെ ഒരു ബൾബും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി പോലെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നല്ലോണം മാറ്റാറായിട്ടുണ്ട്. ഇവിടെ കണ്ടു ചിലപ്പോൾ വീഴാനൊക്കെ ഭയങ്കര തിൻ സ്റ്റെപ്പാണ്. നമുക്ക് ഈ ഒരു ഇത് കണ്ടു കയറി ഇറങ്ങി വരുമ്പോൾ കുറച്ച് ഭയങ്കര പാടാണ്. അങ്ങനെ കുറേ ഇഷ്യൂകളുണ്ട്. ഇവിടെ നമുക്ക് ചെടിയും കാര്യങ്ങളും പ്ലാന്റ് എടുക്കുന്നത്. ഞാൻ എന്തായാലും മെയിൻ റൂം കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഓപ്പൺ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെയൊക്കെ ഓപ്പണാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ മെയിൻ റൂം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ റൂമിൻ്റെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് രണ്ട് ഓപ്പൺ ഏരിയ പോലത്തെ ഒരു കർട്ടൺ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു TV ഉണ്ട്. റൂമിൻ്റെ ഒരു ഓവറോളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് എന്ന് എനിക്ക് പറയുള്ളൂ കേട്ടോ. എനിക്ക് അത്രയ്ക്കേ ഉള്ളൂ. മെയിൻ്റനൻസ് അത്യാവശ്യം നല്ലോണം വന്നിട്ടുണ്ട്. മെയിൻ്റനൻസ് എനിക്ക് ആവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. TV അത്യാവശ്യം എനിക്ക് തോന്നുന്നു 32 ഇഞ്ചിൻ്റെ TV വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് AC റിമോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്താ ജസ്റ്റ് ഒരു ഭരണി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കെറ്റിലും 2 വാട്ടർ ബോട്ടിൽ ചെറുതും വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ടിഷ്യൂ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു ഓപ്പൺ ഏരിയ എന്ന് വെച്ചാൽ, പക്ഷേ എല്ലാം അടുത്തടുത്ത് നിറച്ച് ഈ വില്ലകളാണ്. അപ്പോൾ പ്രൈവസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയ പ്രൈവസിയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. മുകളിലത്തെ വ്യൂ ഞാൻ വേറെ സെപ്പറേറ്റ് കാണിച്ചത്. നമുക്കിവിടെ ഒരു ടെലിഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ LeCandlesൻ്റെ ഒരു മെനു കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ഇതിൽ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇങ്ങനത്താണ് ഒരു ഫ്രണ്ടിൻ്റെ വ്യൂ വരുന്നത്. നമുക്ക് ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ചെറിയൊരു ചെറിയ ചപ്പലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിടാനുള്ള ചെറിയ ചപ്പൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്തോ സംഭവം വെച്ചിട്ടുണ്ട്. തുറന്നു നോക്കാം. അത് ചീർപ്പാണ് കേട്ടോ. ചെറിയൊരു ചീർപ്പാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കണ്ണാടി വലുത് കണ്ണാടി വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്കിവിടെ ഒരു നമ്മുടെ കബോർഡ് ചെറുത് വരണം, ഒരു ലോണ്ടറി ബാഗും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂം അത്യാവശ്യം വലുതാണ്. ബാത്റൂമിൻ്റെ കുഴപ്പമില്ലാത്ത ലുക്ക് ഉണ്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് പ്ലാന്റും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് ഓപ്പൺ ആണ്, അവിടെ ഒരു നെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഷവറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ബാത്റൂമും ഇതൊക്കെ ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ ഇത് വരുന്നത്. ഇവിടെ നമ്മുടെ ഇത് വരുന്നുണ്ട്, ഇത് ഞാനാണ്. അപ്പോൾ അത് നമുക്കിവിടെ കുറച്ച് ഇതിൻ്റെ ഒരു ക്യാപ്പ്, ഒരു ഷാമ്പൂ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം വ്യൂ വരുന്നത്. അപ്പോൾ നമുക്കിനി നേരെ നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലത്തെ വ്യൂ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് എല്ലായിടത്തും ഒരു മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് പുതിയതല്ല. കുറച്ച് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്സിൻ്റെ കാര്യമായാലും ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെപ്സും ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കുക. കയറാനൊക്കെ കുറച്ച് പാടാണ്. തലയിടിക്കാനും ഇതൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ തന്നെ ചെറുതായിട്ട് എൻ്റെ ഒരു തലയിടിച്ചു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്യൂ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ പ്രൈസ് എനിക്ക് അത്ര വാല്യൂ ഫോർ മണിയായിട്ട് തോന്നിയിരുന്നില്ല. എന്തായാലും ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല റിസോർട്ട് കേട്ടോ. ശരിക്കും സത്യം പറഞ്ഞാൽ പ്രൈസിനുള്ളതൊന്നും ഇല്ല. 6000-7000 രൂപയ്ക്കൊന്നും ഇല്ല. ശരിക്കും 5 സ്റ്റാർ കിട്ടും നമുക്ക് ഈ റേറ്റിന്. പിന്നെ നല്ല മെയിൻ്റനൻസിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. അബ്രാഗിലായിട്ടൊരു മലയൊക്കെ കാണുന്നുണ്ട്. അപ്പുറത്തെ വില്ലാസുകളാണ്. ഇത് അപ്പുറത്തെ വില്ലാസാണ്. ഇവിടുത്തെ വില്ലാസിൻ്റെ വിൻഡോ ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ ഹോളിൻ്റെ അവിടേക്കാണ് വരുന്നത്. അപ്പോൾ തീരെ പ്രൈവസി ഇല്ല സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. ഇത് ഭയങ്കര ഒരു വൻ ഷോക്കായിട്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഈ പ്രൈസിന് ശരിക്കും ഇതിന് എക്സ്പെക്ട് ചെയ്തില്ല. നമ്മളിത് ആക്ച്വലി ഒരു ട്രിപ്പ് പോലെ വന്നതാണ്. പക്ഷേ ഒരു പോരാത്തതിന് പ്ലേസും അത്ര ഒരു നല്ല പ്ലേസായിട്ട് എനിക്ക് തോന്നിയില്ല. വരാനും കുറച്ച് പാടാണ്. ഇവിടെ എത്തിപ്പെടാനും കുറച്ച് ഭയങ്കര പാടാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എത്തിപ്പെടാനും കുറച്ച് പാടാണ്. ഒരു ഫ്രഷ് നമ്മുടെ ഈ ഫ്രണ്ട് ഏരിയ ഓഫ് ദ സ്റ്റെപ്സ് ഇല്ല, നമ്മുടെ റിസപ്ഷനിൽ നിന്ന് ഒരു ഇങ്ങോട്ട് കയറി വരുന്ന ഏരിയ കുറച്ചൊരു വെറൈറ്റി പോലെ ആയിട്ടൊന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സംഭവം കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ കേട്ടോ. റെസ്റ്റോറൻറ്റ് നമുക്ക് നേരത്തെ കയറി വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മളെന്തായാലും കുറച്ച് ലേറ്റായി. ഇത് എനിക്ക് തോന്നുന്നു അതേ സെയിം വില്ല തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിവിടെ കാണാം. ഇതിലൊന്നും പക്ഷേ ആളില്ല കേട്ടോ. സെയിം വില്ലയിലൊന്നും ആൾ വന്നിട്ടില്ല. മുകളത്തേലും കാണാനില്ല. ഇപ്പോൾ സ്റ്റെപ്സ് നമുക്ക് ഇവിടെ കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗാർഡൻ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അവരുടെ ബേസിക് കാറ്റഗറി. ഇത് മുകളിലും നോർമൽ റൂം പോലത്തെ റൂംസുകളാണ്. അതുകൊണ്ട് ഇതാണ് സംഭവം. 102, 102 ഒക്കെ. പിന്നെ ബാക്കിയുള്ള ഒരു പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എത്തി ഇപ്പോൾ തന്നെ 3 മണി കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് 3 മണിക്ക് കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ബേസ് റൂംസ് വരുന്നുണ്ട്. അപ്പോൾ 4 റൂംസാണ് ഇവിടെ ഉള്ളത്. 2 മുകളിലായിട്ടും 2 താഴെയായിട്ടും. അപ്പോൾ ഈ കാണുന്ന 2 റൂം തന്നെയാണ് കേട്ടോ. വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല. ഇതാണ് വേറെ ബേസ് റൂംസ് വരുന്നുണ്ട്. നമ്പറായിട്ട് 101 to 104 വരെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടുത്തെ ഫുൾ വുഡൻ സ്റ്റെപ്പാണെന്ന് കൊണ്ടിട്ട് കണ്ടില്ലേ. എല്ലാം വുഡൻ സ്റ്റെപ്പാണ്. പക്ഷേ അതിന് സ്റ്റെപ്സിന് മെയിൻ്റനൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നമ്മൾ കാണുന്നത്. ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ. ഇപ്പം നമ്മുടെ അടുത്ത ദിവസത്തെ മോർണിംഗിലത്തെ കാഴ്ചയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ്. നമ്മുടെ പേർഷ്യൻ കാറ്റ്സും ഒരു 3 കാറ്റ്സ് ഉണ്ട്. പിന്നെ 3 റാബിറ്റ്സും ഉണ്ട്. ഒരു റാബിറ്റ് ആക്ച്വലി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണാവും. അപ്പോൾ 2 റാബിറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു മെയിലും ഫീമെയിലും കാണാം. കാറ്റ്സുകൾ 3 കാണാം. പക്ഷെ രണ്ടും തമ്മിൽ ഉപദ്രവിക്കൊന്നുമില്ല. ക്യാറ്റായിട്ടുള്ള ഡിസ്റ്റർബ് ചെയ്യണമൊന്നുമില്ല. അതുപോലെ പിടിക്കാൻ പോകുന്ന അങ്ങനെ പരിപാടിയും ചെയ്യുന്നില്ല. എല്ലാം ഇങ്ങനെ ഡീസൻ്റായിട്ട് അവരവരുടെ സ്പേസിൽ കയറി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. റാബിറ്റ്സ് നല്ല ആക്റ്റീവ് ഉണ്ട്. ഞാൻ ആക്ച്വലി അവന്മാരുടെ അടുത്ത് പോയിട്ട് കുറച്ച് പിക്സ് എടുക്കാൻ നോക്കി. പക്ഷേ അത് സമ്മതിക്കുന്നില്ല. പക്ഷേ ക്യാറ്റ്സ് നല്ല കമ്പനിയാണ്. ക്യാറ്റ്സിന് പേടിയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഇവർ ഈ ഗ്രാസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടിട്ട് എനിക്ക് തോന്നുന്നു കാലത്ത് മോർണിംഗ് വരെ വിട്ടിട്ട് എനിക്ക് തോന്നുന്നു ആഫ്റ്റർനൂൺ ഉള്ളിൽ കയറ്റിയാന്ന് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വന്നപ്പോഴേക്കും ഇവരൊക്കെ പുറത്തേക്ക് ഇടുന്ന് ഇറങ്ങണ്ടായിരുന്നു. നമ്മുടെ ഒരു കാറ്റാണെങ്കിൽ നമ്മുടെ റൂമിൻ്റെ മുമ്പിലും ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മളെന്തായാലും ഇനി താഴത്തേക്ക് പോവാണ്. നമുക്കെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയുള്ള പാക്കേജുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതില്ലാണ്ട് കൊടുക്കാം എനിക്ക്. പക്ഷേ അവിടുത്തെ ഫുഡ് അത്യാവശ്യം വലിയ റേറ്റ് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബുഫേ എങ്ങനെയുണ്ടെന്ന് നോക്കാം, എത്ര വലുതാണ്, എത്രയൊക്കെ ഡിഷസ് ഉണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ടെറസ് വ്യൂ കേട്ടോ. പക്ഷേ നല്ല അത്യാവശ്യം ചൂടാണ്. അപ്പോൾ നമുക്ക് രാത്രി മാത്രം കയറിയിരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കയറി വരുന്നതിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരു ആവറേജ് റിസോർട്ട് തന്നെയാണ്. അപ്പോൾ കാലിക്കറ്റ് നമ്മുടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ കയറി റിസോർട്ട് പോകണമെങ്കിൽ ഞാൻ എന്തായാലും വന്നോളാനേ പറയുള്ളൂ. പക്ഷേ നമുക്ക് കൊടുക്കുന്ന പ്രൈസിന് നമുക്ക് പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് ബില്ലാണ് ഞാൻ ആക്ച്വലി പറയുന്നത്. മെയിനായിട്ട് നമുക്ക് പ്രൈസിന് കുറച്ച് വാല്യൂ ഫോർ മണി അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം ഓക്കെ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.